ഓക്കെ, ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്ലാന്റ് പ്രൊട്ടക്ഷന്റെ ഉള്ളില് അഗ്രികൾച്ചറൽ എൻഡമോളജി. അപ്പം ഇൻസെക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻഡമോളജി എന്നൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതിലുള്ള നിങ്ങൾ ഒന്നുകിൽ BSc ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ PHSC അഗ്രിക്കാരൊക്കെ ആയിരിക്കും. ഓൾറെഡി കുറച്ച് പോർഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. കുറച്ചുകൂടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് പോവാം. അപ്പൊ ഇൻസെക്ട് മോർഫോളജിയിൽ തന്നെ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ പ്രസന്റേഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എൻഡമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്റ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവാം. നമ്മുടെ ഇൻസെക്ട് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചവരായത് കൊണ്ട് നന്നായിട്ട് അറിയായിരിക്കും. ഇൻസെക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഹെക്സാപോഡ, ദെൻ ഡിഫറെന്റ് ക്ലാസ് ഹെക്സാപോഡയിൽ ഡിഫറെന്റ് ഓർഡേഴ്സ്. ഈ ഡിഫറെന്റ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ 29 ഓർഡേഴ്സ് ആണ് ഇൻസ് ക്ലാസിഫിക്കേഷൻ വഴി ഉള്ളത്. ഇതില് 29 ഓർഡറിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് കോളിയോപ്റ്ററയാണ്. എന്ന് വെച്ചാൽ ബീറ്റിൽസും വീവിൾസും വരുന്ന ഓർഡർ ആണ് കോളിയോപ്റ്ററ. അത് കഴിഞ്ഞാൽ ലെപ്പിഡോപ്റ്ററ, മോത്ത്സ് ആൻഡ് ബട്ടർഫ്ലൈസ് വരുന്ന ഗ്രൂപ്പ്, ദെൻ ഹൈമനോപ്റ്ററ. ഹൈമനോപ്റ്ററ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീസ്, വാസ്പ്, ദെൻ ആൻസ്, ഉറുമ്പ്. ഓക്കെ, ഇവര് വരുന്ന ഗ്രൂപ്പാണ്. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് ഇൻസെക്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ കോളിയോപ്റ്ററയാണ്. ലാർജസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഓർഡർ കഴിഞ്ഞാൽ അടുത്ത ഹയറാർക്കി ഫാമിലിയാണ്. അപ്പൊ ലാർജസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർക്കുലിയോണിഡെ കോളിയോപ്റ്ററൻ ഓർഡറിലെ അണ്ടറിൽ വരുന്നതാണ് കുർക്കുലിയോണിഡെ. നമ്മൾ ജനറൽ ആയിട്ട് വീവിൾസ് എന്നാണ് പറയാറ്. ദെൻ ലാർജസ്റ്റ് ഇൻസെക്ട് ഇൻ ദ വേൾഡ് മെയിൽ ആക്ടിയോൺ ബീറ്റിൽസ് ആണ്. ലാർജസ്റ്റ് ഇൻസെക്ട് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ഇൻസെക്ട് എന്ന് പറയുന്നത് സ്റ്റിക്ക് ഇൻസെക്ട്. ഹെവിയസ്റ്റ് ഏറ്റവും വെയിറ്റ് ഉള്ള ഇൻസെക്ട് എന്ന് പറയുന്നത് ഗോളിയാത്ത് ബീറ്റിൽസും ആണ്. ദെൻ സ്മാളസ്റ്റ് ഇൻസെക്ട് എന്ന് പറയുന്നത് ഫെയറി വാസ്പ് ആണ്. മൈമാരിഡെ ഫാമിലിയിൽ വരുന്നതാണ്. ഹൈമനോപ്റ്ററൻ ആണ്. വാസ്പ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക ഹൈമനോപ്റ്ററൻ ആണ്. ദെൻ ഫാസ്റ്റസ്റ്റ് ഇൻസെക്ട് എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്ലൈ ആണ്. ദെൻ അപ്പൊ ഈ പറഞ്ഞതില് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടത് ലാർജസ്റ്റ് ഓർഡറും ലാർജസ്റ്റ് ഫാമിലി, ദെൻ സ്മാളസ്റ്റ് ഇൻസെക്ട്. ഈ 3 കാര്യങ്ങള് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ദെൻ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് പെസ്റ്റ്. ഇന്റർനാഷണലി ആയിട്ട് എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്രോപ്പ് ഡാമേജ് ഉണ്ടാക്കുന്ന മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് എന്ന് പറയുന്നത് ഡെസർട്ട് ലോക്കസ്റ്റ് ആണ്. നമ്മുടെ ലോക്കസ്റ്റ് ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു 2019 or 20 ടൈമില്, ഐ തിങ്ക് 2021 ആ ഒരു ടൈമില് നമുക്ക് വയനാട്ടില് എന്താണ് ഒരു ഗ്രാസ് ഹോപ്പർ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഔട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അവിടുത്തെ കോഫി ഏരിയാസിലും ഫോറസ്റ്റിലും കോഫി കൾട്ടിവേഷൻ നടത്തുന്ന ഏരിയയിലേക്ക് ഒരു ഔട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ പെയിന്റഡ് ഗ്രാസ് ഹോപ്പർ അല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ, കളർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ആ ഒരു ഗ്രാസ് ഹോപ്പറിന്റെ ഔട്ട് ബ്രേക്ക് വന്നതാണ്. ആക്ച്വലി ഗ്രാസ് ഹോപ്പറിന്റെ ഒരു ഗ്രിഗേറിയസ് ഫോമിനെയാണ് നമ്മൾ ലോക്കസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പം ഇന്റർനാഷണലി തന്നെ ഏറ്റവും വൈഡ് ആയിട്ട് നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇൻസെക്ട് ആണ് ഡെസർട്ട് ലോക്കസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമുക്ക് ഇന്റർനാഷണൽ ലെവൽ ഓഫ് ഒരു പെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ലോക്കസ്റ്റിനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് പെസ്റ്റ് ഈസ് നോൺ ആസ് നാഷണൽ പെസ്റ്റ്? നാഷണൽ പെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന നാഷണൽ പെസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്ന ഇൻസെക്ട് ഏതാണ്? 1-2 പേരൊന്ന് ആൻസർ പറയാവോ? മൈക്ക് ഓൺ ആക്കി ഒരു ആൻസർ പറയാമോ? വൈറ്റ് വെബ്. ഓക്കെ, ഗുഡ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് വൈറ്റ് ഗ്രബ് ആണ്. അപ്പൊ ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പെസ്റ്റ് ആണ്. പിങ്ക് ബോൾവോം നമ്മുടെ ഏതിന്റെ പെസ്റ്റാ? കോട്ടണിലെ ഒരു ഇമ്പോർട്ടന്റ് പെസ്റ്റ് ആണ്. ദെൻ ഫ്രൂട്ട് ഫ്ലൈസ്. 2 ടൈപ്പ് ഉണ്ട്. മാംഗോന്റെ ഫ്രൂട്ട് ഫ്ലൈയും ഉണ്ട്, കുക്കർ ബിറ്റിന്റെ ഫ്രൂട്ട് ഫ്ലൈയും ഉണ്ട്. ദെൻ വൈറ്റ് ഗ്രബ്. വൈറ്റ് ഗ്രബിന് തന്നെ നമുക്ക് വേറൊരു പേരാണ് റൂട്ട് ഗ്രബ്, ദെൻ ജൂൺ ബീറ്റില് അല്ലെങ്കിൽ കോക്ക് ചാഫർ. ഓക്കെ, ഇങ്ങനെ 4 പേരിൽ അറിയപ്പെടാറുണ്ട്. വൈറ്റ് ഗ്രബ്, റൂട്ട് ഗ്രബ്, ജൂൺ ബീറ്റിൽ അല്ലെങ്കിൽ കോക്ക് ചാഫർ. ഓക്കെ,
അപ്പൊ ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചേ. അപ്പം നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ഈ ഒരു ക്ലാസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഇയേഴ്സ് നമ്മൾ ഓർമ്മിച്ച് വെച്ചേക്കണം. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പ്ലാൻ ക്വാറന്റൈൻ ആക്ട്. പ്ലാൻ ക്വാറന്റൈൻ ആക്ട് വന്നത് 1912 ദെൻ ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് പെസ്റ്റ് ആക്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് പെസ്റ്റ് ആക്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്കൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് പെസ്റ്റ് ഉണ്ട്, ലോക്കസ്റ്റ്. അതുപോലെ നമുക്ക് ഒരുപാട് ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലോട്ട് മറ്റുള്ള കൺട്രിയിൽ നിന്ന് വരുന്ന ഇൻവേസീവ് പെസ്റ്റ്. ഓക്കെ, ഇൻവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് മീൻസ് എങ്ങനെയെങ്കിലും ബൈ ചാൻസ് ആക്സിഡന്റലി ഇങ്ങോട്ട് വരുന്ന ഇൻസെക്ട്. ഓക്കെ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു ആക്ട് ഉണ്ട്. അതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് പെസ്റ്റ് ആക്ട്. ഇത് വന്നത് 1914 അത് ഓർമ്മിച്ച് വെച്ചേക്കാം. ദെൻ നമ്മൾ പറഞ്ഞു ലോക്കസ്റ്റ്. അപ്പൊ ലോക്കസ്റ്റിന് വാർണിംഗ് ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഇയറിൽ ഒരു ടൈമിൽ ലോക്കസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, ഔട്ട് ബ്രേക്ക് വരാറുണ്ട്. ആ ടൈം ഏതാണ്, ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ജോധ്പൂർ, രാജസ്ഥാൻ ജോധ്പൂരിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ ഓർഗനൈസേഷന്റെ പേരാണ് ലോക്കസ്റ്റ് വാർണിംഗ് ഓർഗനൈസേഷൻ. ഇത് വന്നത് 1939 ഓക്കെ. ഇനി അതുപോലെ നമ്മുടെ ഇൻസെക്ട് പെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും നമ്മുടെ കമ്മോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഫുഡ് കമ്മോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുന്നത്, നമുക്കറിയാലോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള കൺട്രിയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ അതുവഴി എന്തെങ്കിലും പെസ്റ്റ് പുറത്തേക്ക് പോകാനോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി ഏതെങ്കിലും പെസ്റ്റ് ഇന്ത്യയിലേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ മിനിസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിന്റെ പേരാണ് DPPQ&S. DPPQ&S. ഇത് കറക്റ്റ് പഠിക്കുക. ഈ DPPQ&Sന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ക്വാറന്റൈൻ ആൻഡ് സ്റ്റോറേജ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഫരീദാബാദ്, ഹരിയാന. ഫരീദാബാദിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിച്ച് വെച്ചേക്കുക. ഇത് ഇന്ത്യയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1946 ഓക്കെ. ഇനി അതുപോലെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട് ആൻഡ് റൂള്. ഓക്കെ, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട് എന്നായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യനിൽ കൂടുതലും കാണാൻ ചാൻസ് ഉള്ളത്. ഇത് വന്നത് 1968 എന്തിനാണ് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട്? സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട് വന്നത് നമുക്കറിയാലോ, നമുക്ക് പെസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഓഫ് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻസെക്ടിസൈഡ്സ്, ഫംജിസൈഡ്സ്, വീഡിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ദെൻ അക്കാരിസൈഡ്സ്, റോഡന്റിസൈഡ്സ്, അങ്ങനെ ഒരുപാട് പെസ്റ്റിസൈഡ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉപയോഗം, രജിസ്ട്രേഷൻ, ഏതൊക്കെ കമ്പനിക്ക് അത് രജിസ്റ്റർ ചെയ്യാം, ഏതൊക്കെ ഫോർമുലേഷനിൽ നമുക്കത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കാം, ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ആക്ട് ആണ് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട്. 1968 ആക്ട് വന്നു. പക്ഷെ അത് റൂളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത് 1971. അപ്പൊ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് റൂള്. അപ്പൊ സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട് 1968 റൂള് 1971 വന്നത്. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കാം. ഇനി ഇതുപോലെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഓർമ്മിച്ച് വെക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് നാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു നാഷണൽ സെന്റർ ഉണ്ട്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. ദെൻ NBAIR, അത്യാവശ്യം എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. NBAIR, നാഷണൽ ബ്യൂറോ ഓഫ് അഗ്രികൾച്ചറൽ ഇൻസെക്ട് റിസോഴ്സസ്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഇൻസെക്ടിന്റെ പാരസിറ്റോയിഡ്സ്, പ്രിഡേറ്റേഴ്സ്, ദെൻ ടാക്സോണമിക് ലെവൽ സ്റ്റഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് NBAIR. ബാംഗ്ലൂരു ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ NIPHM. ഇനി ഇതൊന്ന് പ്രീവിയസ് നമ്മുടെ അഗ്രി അസിസ്റ്റന്റ് ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാം ക്വസ്റ്റ്യനിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഫുൾ ഫോം ആണ്. ഫുൾ ഫോം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് NIPHM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ്. ഇത് ഓർമ്മിച്ച് വെച്ചേക്കാം. ഓക്കെ. ഇനി നമ്മൾ ഓൾറെഡി നമ്മളൊരു സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട് പഠിച്ചല്ലോ.
അപ്പോൾ ഇൻസെക്ടിസൈഡ് ലബോറട്ടറി ഉണ്ട്. ഈ ഇൻസെക്ടിസൈഡ് ആക്ടിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ അത്യാവശ്യം ഇൻസെക്ടിസൈഡ് ലബോറട്ടറി ഉണ്ട്. അതിന്റെ ഏറ്റവും അപെക്സിൽ സെൻട്രൽ ആയിട്ടുള്ള ഇൻസെക്ടിസൈഡൽ ലബോറട്ടറിന്റെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫരീദാബാദിലാണ്. ഓക്കെ, ഇതിൽ NBAR, NIPHM ആൻഡ് NCIPM ഇത് മൂന്നും കമ്പൽസറി ആയിട്ട് ഓർമ്മിച്ചിരിക്കുക. ദെൻ പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്, സെൻട്രൽ സിൽക്ക് ബോർഡും സിൽക്ക് സീഡ് ടെക്നോളജി ലബോറട്ടറി, ഇത് രണ്ടും ബാംഗ്ലൂരും ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഓർമ്മിച്ചു വെച്ചേക്കുക. ഇനി ഒരു നമ്മുടെ എന്റമോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുകൂടെ പരിചയപ്പെടുത്തിയേക്കാം. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇൻസെക്ട് ഫിസിയോളജി ആൻഡ് എക്കോളജി, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കെനിയ. ഓക്കെ, ദെൻ സെൻട്രൽ അക്മാർക്ക് ലബോറട്ടറി, ഇത് അക്മാർക്ക് ഇവിടെ പറയാൻ കാരണം അക്മാർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി, നമ്മുടെ കമ്മോഡിറ്റീസ്, ഫുഡ് കമ്മോഡിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അക്മാർക്ക്. അത് എന്റമോളജിയിൽ മെൻഷൻ ചെയ്യാനുള്ള കാരണം നമ്മൾ ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് ആയിട്ടുള്ള ഹണി, നമ്മൾ തേൻ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ വരാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മൾ നോക്കി മേടിക്കേണ്ടത് അക്മാർക്ക് ലേബിളുള്ള ഹണി ആണോ എന്ന് നോക്കി വേണം മേടിക്കാനുള്ളത്. ഹണി ആൻഡ് ഹണി റിലേറ്റഡ് പ്രോഡക്ട്സ്, ദെൻ ഇൻസെക്ട് റിലേറ്റഡ് പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അക്മാർക്ക് ലബോറട്ടറിന്ന് ഇവിടെ മെൻഷൻ ചെയ്തത്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ നാഗ്പൂർ. ദെൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്കറിയാം ഇൻസെക്ട്സ് എവിടെയും നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും എന്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിങ് ആണ്. അപ്പൊ അതുകൊണ്ട് FRAയും കൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡെറാഡൂൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ, വർഷങ്ങൾ പഠിച്ചു, ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്റമോളജിക്കിൽ എപ്പോഴും റിലേറ്റഡ് ആയിട്ട് വരുന്ന സയന്റിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, സയന്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഓർമ്മിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. AOന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും അഗ്രി അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതില് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ അല്ലാതെ ഓർമ്മിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ. ഫസ്റ്റ്, ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫാദർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. ദെൻ ഫാദർ ഓഫ് ടാക്സോണമി കാൾ ലിനേയസ്. ഓക്കെ, ഓർമ്മിച്ചേക്കുക, ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് കാൾ ലിനേയസ് ആണ്. ദെൻ ഫാദർ ഓഫ് ഇൻസെക്ട് ഫിസിയോളജി, ഇൻസെക്ട് ഫിസിയോളജി അല്ലെങ്കിൽ ഇൻസെക്ട് അനാട്ടമി എന്ന് പറയുന്നത് വിഗിൾസ്വർത്ത് ആണ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഹോസ്റ്റ് പ്ലാൻ റെസിസ്റ്റൻസ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓർമ്മിക്കുണ്ടാവാം, റിപ്പീറ്റഡ് ആൻഡ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് ഹോസ്റ്റ് പ്ലാൻ റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് പെയിന്റർ. ഓക്കെ, RH പെയിന്റർ, ഓർമ്മിച്ചു വെച്ചേക്കുക. ദെൻ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഇൻസെക്ട്സിന്റെ അലിമെന്ററി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെയും അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് മാൽപീജിയൻ ട്യൂബ്യൂള്. ആൻഡ് ഈ മാൽപീജിയൻ ട്യൂബ്യൂൾ കണ്ടെത്തിയത് മാർസെല്ലോ മാൽപീജി എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. ദെൻ ഫിറമോൺസ്, ഇൻസെക്ട്സിന്റെ മാനേജ്മെന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈഡലി നമുക്ക് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇൻസെക്ടിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫിറമോൺ ട്രാപ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഈ ഫിറമോൺ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേം കോയിൻ ചെയ്തത് കാൾസൺ ആൻഡ് ബുട്ടാനന്റ് ആണ്, അതൊന്ന് ഓർമ്മിച്ചേക്കാം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നമ്മൾ ഫാദർ ഓഫ് HPR എന്ന് പറഞ്ഞ പോലെ എപ്പോഴും റിപ്പീറ്റ് വരുന്ന ഒരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ദ ഫാദർ ഓഫ് ബി ലാംഗ്വേജ് അല്ലെങ്കിൽ ബി ഡാൻസ്. ബി ഡാൻസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? ഓക്കെ, കാൾ വോൺ ഫ്രിസ്ക്. ഇത് എപ്പോഴും റിപ്പീറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിച്ച് വെച്ചേക്കുക. ഫാദർ ഓഫ് ബി ലാംഗ്വേജ് അല്ലെങ്കിൽ ബി ഡാൻസ്, കാൾ വോൺ ഫ്രിസ്ക്. ദെൻ ഓക്കെ, ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിക്കേണ്ട രണ്ട് കാര്യം, ഫാദർ ഓഫ് HPR, ദെൻ ഫാദർ ഓഫ് ബി ലാംഗ്വേജ്. ഇനി നമ്മുടെ ഹണിബി ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്, ബെനിഫിഷ്യൽ ഇൻസെക്ട്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായതുകൊണ്ട്. പിന്നെ നമ്മുടെ PUPയിൽ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ ഈ രണ്ട് സയന്റിസ്റ്റിന്റെ പേര് മെൻഷൻ ചെയ്തത് കൊണ്ടും ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മൂവബിൾ ഫ്രെയിം ഹൈവ് എന്ന് വെച്ചാൽ നമുക്ക് ഹണിബീനെ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വളർത്തുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂട് സെറ്റ് ചെയ്യാറില്ലേ. അപ്പൊ ആ കൂടിന്റെ ഉള്ളിൽ നമ്മൾ അതിനാണ് ഹൈവ് എന്ന് പറയുന്നത്. അതില് മൂവബിൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആദ്യമായിട്ട് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ലാങ്സ്ട്രോത്ത്. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബി ഹൈവ് കണ്ടുപിടിച്ചതാണ് ന്യൂട്ടൺ. ഓക്കെ, ഈ രണ്ട് പേര് ഓർമ്മിച്ചേക്കുക, POPയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെക്ട്സ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു കിങ്ഡം ആനിമേലിയ. കിങ്ഡം ആനിമേലിയയിൽ ഫൈലം ആർത്രോപോഡ. ദെൻ ക്ലാസ് ഫൈലം ആർത്രോപോഡയിൽ 7 ക്ലാസ്സസ് ആണ് വരുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. എത്ര ക്ലാസ്സസ് ആണ് ഫൈലം ആർത്രോപോഡയിൽ ഉള്ളത്? അപ്പോ നെക്സ്റ്റ് ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ 7 ക്ലാസ്സസ് ആണ് ഉള്ളത്. ഈ 7 ക്ലാസ്സസിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അഗ്രികൾച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പം 2 ക്ലാസ്സസ് ഓർമ്മിച്ച് വെച്ചേക്കുക. ഒന്ന് ക്ലാസ് ഹെക്സാപോഡ, ദെൻ ക്ലാസ് അരാക്കിനിഡ. ഹെക്സാപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇൻസെക്റ്റിന്റെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഇൻസെക്ട് വരുന്ന ക്ലാസ്സിനെയാണ് ഹെക്സാപോഡ എന്ന് പറയുന്നത്. ഹെക്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6, പോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൾ, ലെഗ്സിനെയാണ് നമ്മൾ പോഡ എന്ന് പറയുന്നത്. അപ്പൊ 6 കാലുള്ള ഗ്രൂപ്പ് ആനിമൽസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് ഹെക്സാപോഡ. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വേറൊരു ക്ലാസ് ആണ് അരാക്കിനിഡ. അത് അഗ്രികൾച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനുള്ള കാരണം ഈ ക്ലാസ് അരാക്കിനിഡയിലാണ് നമ്മുടെ മൈറ്റ്, മണ്ടരി, പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സക്കിംഗ് പെസ്റ്റ് ആണ് മണ്ടരി, മൈറ്റ് എന്ന് പറയുന്നത്. മൈറ്റ് വരുന്ന ക്ലാസ് ആണ് അരാക്കിനിഡ. അതുകൊണ്ട് അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി അപ്പൊ നമ്മൾ ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കിങ്ഡം കഴിഞ്ഞു, ഫൈലം കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു, ക്ലാസ് ഹെക്സാപോഡ അല്ലെങ്കിൽ ഹെക്സാപോഡന്റെ വേറെ പേരാണ് ഇൻസെക്ട. ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഹൈറാർക്കി ഓർഡർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അക്കോർഡിംഗ് ടു ഇംസ് ക്ലാസിഫിക്കേഷൻ 29 ഓർഡർ ആണുള്ളത്. ഈ 29 ഓർഡറിന്റെ ഉള്ളിൽ ഡിഫറെന്റ് നമ്പർ ഓഫ് ഫാമിലീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ടാക്സോണമി പാർട്ടിൽ മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് വെക്കാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഹെക്സാപോഡനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലാസ് ഹെക്സാപോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസെക്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരു ആനിമലിനെ ഇൻസെക്ട് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷുഡ് ബി ഡിവൈഡഡ് ഇൻടു 3. ബോഡി 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ദെൻ 1 പെയർ ഓഫ് ആന്റിന എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആന്റിന എവിടെ ഉണ്ടായിരിക്കണം? ഹെഡ് റീജിയനിൽ ഉണ്ടായിരിക്കണം. ദെൻ പ്രസൻസ് ഓഫ് സിമ്പിൾ ഐ ആൻഡ് കോമ്പൗണ്ട് ഐ. സിമ്പിൾ ഐയും ഉണ്ടായിരിക്കണം, കോമ്പൗണ്ട് ഐയും ഉണ്ടായിരിക്കണം. ദെൻ 3 പെയർസ് ഓഫ് ലെഗ് ആൻഡ് 2 പെയർസ് ഓഫ് വിങ്സ്. 3 പെയർസ് ഓഫ് ലെഗ്സ് ആകുമ്പോൾ 6 ലെഗും 2 പെയർസ് ഓഫ് വിങ്സ് ആകുമ്പോൾ 4 വിങ്സും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴോട്ട് പഠിക്കും. അപ്പൊ ക്ലാസ് ഹെക്സാപോഡ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ക്ലാസ് അരാക്കിനിഡ. അപ്പൊ ക്ലാസ് അരാക്കിനിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈറ്റ്, ടിക്സ്, സ്പൈഡർ, സ്കോർപ്പിയൺ. അപ്പൊ അഗ്രികൾച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മൈറ്റ് ഒരു ഇമ്പോർട്ടന്റ് പെസ്റ്റ് ആണ്. സ്പൈഡർ നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിഡേറ്ററുമാണ്. പ്രിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്റ്റിനെയൊക്കെ എന്ന് വെച്ചാൽ ക്രോപ്പിനെ ഡാമേജ് ചെയ്യുന്ന ഇൻസെക്റ്റിനെ പിടിച്ചു തിന്നുന്നു. അതുകൊണ്ട് പ്രിഡേറ്റർ ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഗ്രോ എക്കോളജിക്കൽ സിസ്റ്റത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രിഡേറ്റർ കൂടെയാണ് സ്പൈഡർ. ഓക്കെ, അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് അരാക്കിനിഡ എന്ന് പറയുന്ന ക്ലാസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അരാക്കിനിഡയ്ക്ക് ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാല് ഇൻസെക്റ്റിനാണ് എങ്കിൽ ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ആകെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഹെഡ് എന്നും തൊറാക്സ് എന്നും മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ബോഡി എന്ന് പറയുന്ന പേരാണ് സെഫാലോ തൊറാക്സ്. സെഫാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്, തൊറാക്സ് എന്ന് പറഞ്ഞാൽ തൊറാക്സ്. ആ പേരിൽ തന്നെയുണ്ട് സെഫാലോ തൊറാക്സ്. ഓക്കെ, ഇനി ഇൻസെക്റ്റിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവർക്ക് 4 പെയർസ് ഓഫ് ലെഗ്സ് ആയിരിക്കും. മറ്റവർക്ക് 3 പെയർസ് ഓഫ് ലെഗ്സ് ആയിരുന്നു. ഇവർക്ക് 4 പെയർസ് ഓഫ് ലെഗ്സ് ആണ്. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. 8 കാലുണ്ടായിരിക്കും. ദെൻ നോ ആന്റിന, അവർക്ക് ആന്റിന ഉണ്ടാവില്ല. ഇനി ഇവരുടെ മൗത്ത് മോഡിഫൈ ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് കെലിസെറേ അല്ലെങ്കിൽ ചെലിസെറേ ഓർ കെലിസെറേ എന്നാണ് പറയാറ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ജനറൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ക്ലാസ് ഹെക്സാപോഡയും ക്ലാസ് അരാക്കിനിഡേയും കുറിച്ച് ജനറൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മോർഫോളജി പാർട്ടിലേക്ക് പോവാണ്, ഇൻസെക്റ്റിന്റെ മോർഫോളജി. അപ്പൊ ഫസ്റ്റ് പഠിക്കുന്ന ബോഡി പാർട്ട് ഹെഡ്. അപ്പൊ ഹെഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 7 സെഗ്മെന്റ്സ്. 7 സെഗ്മെന്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ് ഇൻസെക്റ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഹെഡിൽ എന്തുണ്ടായിരിക്കും? എ പെയർ ഓഫ് ആന്റിന. പെയർ ഓഫ് ആന്റിന എന്ന് പറയുമ്പോൾ 2 സൈഡിലായിട്ട് 2 ആന്റിന. ദെൻ എ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ്. നിങ്ങൾക്ക് ലാറ്ററലി സൈഡ് വൈസിൽ കാണാൻ പറ്റും, വലിയ 2 ഐസ് ഉണ്ടായിരിക്കും. ദെൻ എ പെയർ ഓഫ്
കോമ്പൗണ്ട് ഐസ് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോർസലി ആയിട്ട് സിമ്പിൾ ഐസ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ഡോർസലി ആയിട്ട് സിമ്പിൾ ഐസ്? ഓക്കെ, ഡോർസലി 3 സിമ്പിൾ ഐസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ സിമ്പിൾ ഐസ് ഒരിക്കലും വിഷന് വേണ്ടിയിട്ടുള്ളതല്ല, എന്ന് വെച്ചാല് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് ആക്ട് ആസ് എ സെൻസറി യൂണിറ്റ്. അവർക്ക് ബാക്കിയുള്ള സെൻസിന് വേണ്ടിയിട്ടാണ്, വിഷന് ഒഴിച്ച് ബാക്കിയുള്ള സെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താണ് നമ്മുടെ സിമ്പിൾ ഓസില്ലൈ. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഐസിനെ പറയുന്ന പേരാണ് ഓസില്ലൈ, ഓസെല്ലി ഓർ ഓസില്ലൈ. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പം ആ രീതിയിൽ പറഞ്ഞു പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ കോമ്പൗണ്ട് ഐസില്, ഈ കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു കണ്ണിൽ ഒരു ലെൻസ് ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ നമ്മുടെ ഇൻസെക്റ്റിന്റെ ഒരു കോമ്പൗണ്ട് ഐ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഐ. നമ്പർ ഓഫ് ഐസ് ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഐ എന്ന് പറയുന്നത്. അതിൽ ഓരോ യൂണിറ്റിനെയും, ഓരോ സെൻസറി യൂണിറ്റിനെയും പറയുന്ന പേരാണ് ഒമാറ്റീരിയ. എന്താണ് ഒമാറ്റീരിയ? ഓർമ്മിച്ച് വെച്ചേക്ക്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻസെക്ട് എന്ന് പറയണമെങ്കിൽ ഇൻസെക്റ്റിന് എന്തുണ്ടായിരിക്കണം? ആന്റിന ഉണ്ടായിരിക്കണം. പക്ഷേ ആന്റിന ഇല്ലാത്ത ഇൻസെക്ട് ഉണ്ട്. അത് ഏതാണ്? അപ്പൊ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. തൈസന്യൂറ, ഡിപ്റ്റിറ, പ്രൊട്യൂറ, ഡിപ്ലൂറ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് മൈക്ക് ഓൺ ആയിട്ട് പറയാം. ഡിപ്ലൂറ അല്ല, ഡിപ്ലൂറ അല്ല, പ്രൊട്യൂറ. ഓക്കെ, നമുക്ക് ഓക്കെ നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ആൻസർ പ്രൊട്യൂറ ആണ് കേട്ടോ, പ്രൊട്യൂറ. ഇത് ഓർമ്മിച്ച് വെച്ചേക്കണം, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻസെക്ട് വിത്തൗട്ട് ആന്റിന, ഇറ്റ് ഈസ് പ്രൊട്യൂറ. നമ്മൾ ഈ പ്രൊട്യൂറ, തൈസന്യൂറ, ഡിപ്റ്റീറ, ഡിപ്ലൂറ പേര് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ടാക്സോണമി പാർട്ടിൽ നമ്മൾ ഇതിനൊക്കെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചേക്കുക, ഇൻസെക്ട് വിത്തൗട്ട് ആന്റിന ആണ് പ്രൊട്യൂറ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇൻസെക്ട് വിത്തൗട്ട് കോമ്പൗണ്ട് ഐസ്, കോമ്പൗണ്ട് ഐ ഇല്ലാത്ത ഇൻസെക്റ്റും നമ്മുടെ ഈ ഹെക്സാപോഡയിൽ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പറയാവോ? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. കൊളംബോള, എഫിമെറോപ്റ്റിറ, പ്രൊട്യൂറ, ദെൻ ബോത്ത് എ ആൻഡ് സി. എന്ന് വെച്ചാൽ കൊളംബോളയും പ്രൊട്യൂറയും. പ്രൊട്യൂറയ്ക്ക് ആന്റിന ഇല്ലാന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. എനി ഗസ്? എന്തെങ്കിലും ഒരു ഗസ് പറയാവോ? മൈക്ക് ഓൺ ആക്കിയിട്ട്. ഓക്കെ, ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി. ഓക്കെ, നമുക്ക് ആൻസർ ഏതാന്ന് നോക്കാം. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഏതാണ്? കൊളംബോളയും പ്രൊട്യൂറയും. കൊളംബോളയ്ക്കും പ്രൊട്യൂറൻസിനും ഇവർക്ക് രണ്ടുപേർക്കും എന്തില്ല? കണ്ണില്ല, കോമ്പൗണ്ട് ഐസ് ഇല്ല. അപ്പൊ നോക്കുക, പ്രൊട്യൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓർഡർ വിച്ച് ഡസ് നോട്ട് ഹാവ് ആന്റിന ആൻഡ് കോമ്പൗണ്ട് ഐസ്. ആന്റിനയും കോമ്പൗണ്ട് ഐസും ഇല്ലാത്ത ഓർഡർ ആണ് പ്രൊട്യൂറ. ഇനി അത് ഐസ്, കോമ്പൗണ്ട് ഐസ് ആബ്സെന്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളംബോളയും പ്രൊട്യൂറയും. ഓക്കെ, ഇത് ഓർമ്മിച്ച് വെച്ചേക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അപ്പൊ ഹെഡിൽ ഏതൊക്കെയാണ് അപ്പൻഡേജസ്? അപ്പൻഡേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവങ്ങൾ. ഓക്കെ, ഹെഡിൽ വരുന്ന അവയവങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഇനി ഈ ഹെഡിന്റെ ലൊക്കേഷൻ അത് എങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ട് ഇൻസെക്ടിന്റെ ഹെഡിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്നാത്തസ്, ഹൈപ്പോഗ്നാത്തസ് ആൻഡ് ഒപ്പിസ്റ്റോഗ്നാത്തസ്. പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗത്ത് പാർട്ട്, ഇൻസെക്ടിന്റെ മൗത്ത് പാർട്ട് ബോഡി ആക്സിസിന്റെ നേരെ അതേ ആക്സിസിൽ തന്നെ മുന്നിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കും. അങ്ങനെയുള്ള ഹെഡിനെ പറയുന്ന പേരാണ് പ്രോഗ്നാത്തസ്. ഗ്നാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് എന്നാണ്. ഹെഡ് അല്ലെങ്കിൽ മൗത്ത് എന്നാണ് പറയുന്നത്, ഗ്നാത്ത്. ഓക്കെ, പ്രോഗ്നാത്ത് എന്ന് വെച്ചാൽ പ്രോ മീൻസ് ഏറ്റവും ടിപ്പില്. ഓക്കെ, ഏറ്റവും ടിപ്പില് മൗത്ത് വരുന്ന പ്രോഗ്നാത്തസ്. ഇത് ബീറ്റിൽസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ദെൻ ഹൈപ്പോഗ്നാത്തസ്. ഹൈപ്പോഗ്നാത്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോഡി ആക്സിസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇൻസെക്ടിന്റെ ബോഡിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആക്സിസിന് കറക്റ്റ് 90 ഡിഗ്രി ഡിഫ്ലക്ട് ചെയ്തെത്തിയിരിക്കുന്നത് 90 ഡിഗ്രി താഴേക്ക്. അപ്പം അങ്ങനെ നോക്കാം, ആ ബോഡി നിങ്ങൾക്ക് ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഹെഡ് ഉള്ളത് ഗ്രാസ് ഓപ്പറിനും കോക്രോച്ചസിനുമാണ്. നെക്സ്റ്റ് ഒപ്പിസ്റ്റോഗ്നാത്തസ്. ഒപ്പിസ്റ്റോഗ്നാത്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടി ബോഡിയിലേക്ക് തന്നെ ഡിഫ്ലക്ട് ചെയ്ത് ബോഡി പാർട്ടിനോട് ചേർന്ന രീതിയിൽ മൗത്ത് പാർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഒപ്പിസ്റ്റോഗ്നാത്തസ്. ഇത് ഏറ്റവും കൂടുതൽ ബഗ്സ്, ഓക്കെ, ബഗ്ഗുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഒപ്പിസ്റ്റോഗ്നാത്തസ് ഉള്ളത്. ഒന്ന് ഓർമ്മിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് ആന്റിനയാണ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആന്റിന എടുത്തു കഴിഞ്ഞാൽ ആന്റിനയ്ക്ക് 3 ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടാണ് ഉള്ളത്. ഒന്ന് ഏതാണ്? നമ്മുടെ ഹെഡ് റീജിയനിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന
ഒരു സെഗ്മെന്റ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സ്കേപ്പ്. സ്കേപ്പ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു സിംഗിൾ സെഗ്മെന്റ് ഉണ്ട്, അതിന് പറയുന്ന പേര് പെഡിസൽ. ദെൻ ബാക്കിയുള്ള മുന്നിലേക്ക് കൊമ്പ് പോലെ നീണ്ടിരിക്കുന്ന ബാക്കിയുള്ള സെഗ്മെന്റ്സിന് പറയുന്ന പേരാണ് ഫ്ലജെല്ല. ഓക്കെ, സ്കേപ്പ്, പെഡിസല്, ഫ്ലജെല്ല ഓർമ്മിച്ച് വെച്ചേക്കുക. സ്കേപ്പ്, പെഡിസല്, ഫ്ലജെല്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു ആന്റിന ഈസ് ആബ്സെന്റ് ഇൻ പ്രൊട്യൂറ. പ്രൊട്യൂറയിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ ഹൈലൈറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മുടെ ചില ഇൻസെക്ട്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കേപ്പ്, പെഡിസല്, ഫ്ലജെല്ല നമ്മൾ പഠിച്ചില്ലേ? സ്കേപ്പ്, പെഡിസല്, ഫ്ലജെല്ല. ഈ പെഡിസൽ എന്ന് പറയുന്ന പോയിന്റിൽ കുറച്ച് സെൻസറി യൂണിറ്റ്സുകൾ കാണാറുണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇട്ടത്. സെൻസ് ഓർഗൻ പ്രസന്റ് ഇൻ പെഡിസൽ ഓഫ് മൊസ്കിറ്റോ. മൊസ്കിറ്റോന്റെ പെഡിസലിൽ കാണപ്പെടുന്ന സെൻസ് ഓർഗൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സബ്ജീനിയൽ ഓർഗൻ, ജോൺസൺസ് ഓർഗൻ, ടാക്ടൈൽ ഹെയർസ് ആൻഡ് നൺ ഓഫ് ദ അബോവ്. ഒരു ഗസ്റ്റ് പറയാമോ ആരെങ്കിലും? ജോൺസൺസ് ഓർഗൻ. ഓക്കെ, കറക്റ്റ്. ജോൺസൺസ് ഓർഗൻ ആണ് കറക്റ്റ്. സോറി, ഇതിൽ മിസ്റ്റേക്ക് ആണ്. ജോൺസൺസ് ഓർഗൻ ആണ് കറക്റ്റ് കേട്ടോ. അതിൽ ആൻസർ കാണിച്ചതിൽ മിസ്റ്റേക്ക് ആണ്. അപ്പൊ സെൻസ് ഓർഗൻ പ്രസന്റ് ഇൻ മൊസ്കിറ്റോ എന്ന് പറയുന്നത് ജോൺസൺസ് ഓർഗൻ ആണ്. ദെൻ അപ്പൊ നമ്മൾ ആന്റിന കഴിഞ്ഞു, ആന്റിനയുടെ പാർട്സ് പഠിച്ചു. ഇനി നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു പോർഷൻ ആണ് ടൈപ്പ് ഓഫ് ആന്റിന. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ആന്റിന വരുന്നത്? ഓരോ ഇൻസെക്റ്റിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിനയാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് സീറ്റേഷ്യസ് ആന്റിന. സീറ്റേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ്? നമ്മുടെ ചാട്ടവാറ് പോലെ ടിപ്പിലേക്ക് വരുമ്പോ കട്ടി കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഓക്കെ, അതാണ് സീറ്റേഷ്യസ് ആന്റിന. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഡ്രാഗൺ ഫ്ലൈ ആൻഡ് ഡാംസൽ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ, തുമ്പി അറിയില്ലേ? തുമ്പി. ഓക്കെ, അതിലുള്ളതാണ് സീറ്റേഷ്യസ് ആന്റിന. ഈ പിക്ചർ നോക്കുമ്പോൾ അറിയാം, ഇതാണ് സീറ്റേഷ്യസ് ആന്റിന. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫിലിഫോം ആന്റിന. ഫിലിഫോം ആന്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെഗ്മെന്റ്സ് ഒരേ ലെങ്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഒരേ വലുപ്പത്തിലുള്ള, അതാണ് ഫിലിഫോം ആന്റിന. ഗ്രാസ് ഹോപ്പറിലും കോക്രോച്ചസിലുമാണ് ഫിലിഫോം ആന്റിന ഉള്ളത്. ഇനി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകിൽ ജെനിക്കുലേറ്റ് ടൈപ്പ് ആന്റിന ആർക്കൊക്കെയാണ് ഉള്ളത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അല്ല എങ്കിൽ തിരിച്ചു ചോദിക്കാറുണ്ട്, ഹണി ബീയുടെ ടൈപ്പ് ഓഫ് ആന്റിന ഏതാണ്, അല്ലെങ്കിൽ ആൻസിന്റെ ടൈപ്പ് ഓഫ് ആന്റിന ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ജെനിക്കുലേറ്റ് ആന്റിന ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ വീവിൾസ്, ഹണി ബീസ് ആൻഡ് ആൻസ്. ഓർമ്മിച്ച് വെച്ചേക്കുക, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പഠിക്കേണ്ടത് മൊണിലിഫോം ആന്റിന. മൊണിലിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുത്തു പോലെ, മാലയിലെ മുത്തു പോലെ ഇരിക്കുന്ന സെഗ്മെന്റ്സ് ഉള്ള ഫ്ലജെല്ലം എങ്ങനെയാണ് മുത്തു പോലെ ഇരിക്കുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് മൊണിലിഫോം. ഓർമ്മിച്ച് വെച്ചേക്കുക, മുത്തു പോലെ മൊണിലിഫോം. ഓക്കെ, ടെർമൈറ്റ്. ടെർമൈറ്റ് എന്ന് പറഞ്ഞാൽ ചിതലിലാണ് അതുള്ളത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് അരിസ്റ്റേറ്റ് ആന്റിന. അരിസ്റ്റേറ്റ് ആന്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആകെ 3 സെഗ്മെന്റേ ഉണ്ടാവുള്ളൂ. സ്കേപ്പ്, പെഡിസല്, ദെൻ ഒരു ഫ്ലജെല്ലം. ഈ ഫ്ലജെല്ലത്തിൽ നിന്ന് ഒരു ഹെയർ പോലെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഈ ഹെയറിനെ പറയുന്ന പേരാണ് അരിസ്റ്റ. അതുകൊണ്ട് അവരുടെ ആന്റിനെ പറയുന്ന പേര് അരിസ്റ്റേറ്റ് ആന്റിന. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഹൗസ് ഫ്ലൈ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പൊ അരിസ്റ്റേറ്റ് ആന്റിന ഹൗസ് ഫ്ലൈക്കാണുള്ളത്. നെക്സ്റ്റ് ക്ലിക്ക് ബീറ്റിൽസ്. ക്ലിക്ക് ബീറ്റിൽസിനുള്ളത് സെറേറ്റ് ആന്റിന. സെറേറ്റ് ആന്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലജെല്ലത്തിന്റെ ഒരു സെഗ്മെന്റ് ഒരു സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കും. അതിനെയാണ് നമ്മൾ സെറേറ്റ് ആന്റിന എന്ന് പറയും. ഇനി 2 സൈഡിലേക്കും ആ ഒരു പ്രൊജക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ബൈസെറേറ്റ് ആന്റിന. ബൈസെറേറ്റ് ആന്റിന എന്ന് പറഞ്ഞാൽ ലോഞ്ചിക്കോൺ ബീറ്റിൽസ്. നിങ്ങൾ പെസ്റ്റ് ഓഫ് ക്രോപ്സ് പഠിക്കുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതില് നമ്മുടെ മാംഗോയിലെ സ്റ്റെം ബോറർ, കാഷ്യൂയിലെ സ്റ്റെം ബോറർ, ഇതിന്റെയൊക്കെ ആന്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെറേറ്റ് ആന്റിനയാണ്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പഠിക്കുന്നത് ആന്റിന ഇൻ മൊസ്കിറ്റോസ്. മൊസ്കിറ്റോസിന്റെ മെയിൽസിലും ഫീമെയിൽസിലും ഡിഫറൻസ് ഉണ്ട്. ഫീമെയിൽസിന്റെ മൊസ്കിറ്റോനെ പറയുന്ന പേരാണ് പൈലോസ് ആൻഡ് മെയിലിന്റെ മൊസ്കിറ്റോനെ പറയുന്ന പേരാണ് പ്ലിമോസ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർമ്മിച്ച് വെച്ചേക്കാം. ഓർമ്മിച്ച് വെക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിമോസ് എന്നതിൽ എന്തുണ്ട്? എം ഉണ്ട്. അപ്പം മെയിൽ മൊസ്കിറ്റോസിന് പ്ലിമോസ്. ഇനി പൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഉണ്ട്, ലേഡി. ഓക്കെ, ലേഡീസ് എന്ന് പറയാം. ഓക്കെ, അപ്പം എന്താണ്? ഫീമെയിൽസിനാണെങ്കിൽ പൈലോസ്. അങ്ങനെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക, ജസ്റ്റ് ഒരു ടിപ്പ് പോലെ ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, പ്ലിമോസ് എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക, പെട്ടെന്ന് ഓർമ്മിക്കുക, മെയിൽ മൊസ്കിറ്റോ. ഇനി പൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിക്കുക, ലേഡി, എല്ല് വന്നു, അപ്പൊ ലേഡി, അപ്പൊ ഇറ്റ് ഈസ് എ ഫീമെയിൽ മൊസ്കിറ്റോ. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് ആന്റിന കവർ ചെയ്തിട്ടുണ്ട്.